ഏറ്റവും വലിയ കാര്യം 17 മോഡൽ ഫുൾ ഓപ്ഷൻ ആണെന്നുള്ളതാണ്. വെറും 5,25,000 രൂപ കൊടുക്കൂലേ? ഫുള്ളോ ധൈര്യമായിട്ട് ഫുള്ളോൺ എന്തായാലും കയറും. അപ്പം എന്തായാലും നിങ്ങൾ ഇതൊന്ന് നോക്കിക്കോട്ടോ. അപ്പം നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്ന വണ്ടി സെറാമിക്കിന്റെ പോളിഷും കാര്യങ്ങളെല്ലാം ചെയ്ത് പക്കയായിട്ടാണ് കൊടുക്കും. ഇത് 2,85,000 രൂപ. 2,85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഡീസൽ റിച്ച് എടുക്കാം. അതും 13 മോഡൽ ഫുൾ ലോണിൽ 1 രൂപ കയ്യിൽ കൊണ്ടുവരണ്ട. നമുക്ക് അജ്ജേട്ടൻ പറഞ്ഞുകൊണ്ട് ഒരു 6,20,000 രൂപ കൊടുത്തേക്കാം. 5,000 രൂപ കുറച്ച് 6,20,000 കൊടുത്തേക്കാം. AMT ആണ്, ഫുൾ ലോൺ ചെയ്ത് കൊടുക്കും. ഇത് മാർക്കറ്റ് വന്നത് 4,90 റേറ്റ് ഉണ്ട്. ഞാൻ ഈ വണ്ടി ഫയലില് 4 ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം. 4 ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം. 16 ലാസ്റ്റ് മോഡൽ വണ്ടി. i20 ഡീസല് 90,000 കൃത്യമായ ഹിസ്റ്ററി തരും. എന്താ വില? 4,70,000 രൂപ കൊടുത്തേക്കാം. ഡീസലാണ്. 4,70,000 16 ഡീസലാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഈ ഒരു ഷോറൂമിലെ കംപ്ലീറ്റ് വണ്ടികൾ നിങ്ങൾക്ക് ഫുൾ ലോണിലെടുക്കാം. അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കയ്യിൽ 1 രൂപ കൊണ്ടുവരാണ്ട് നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്ന വണ്ടികൾ മുഴുവൻ ഫുൾ ലോണിൽ എടുത്തുകൊണ്ട് പോകാം. അതിലുപരി മോഡൽ കൂടിയ വണ്ടികൾ വളരെ കുറഞ്ഞ ബഡ്ജറ്റിലാണ് വിൽക്കുന്നത്. ഞാനെന്നുള്ളത് നമ്മുടെ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരുള്ള നമ്മുടെ കാർ സ്പോട്ടിയിലാണ് കേട്ടോ. കാർ സ്പോട്ടിൽ നമ്മൾ എപ്പോൾ വന്നാലും ഒരുപാടധികം ലോ ബഡ്ജറ്റ് വണ്ടികൾ, അതായത് മോഡൽ കൂടിയ ലോ ബഡ്ജറ്റ് വണ്ടികൾ ഉണ്ടാവും. ആ വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഫുൾ ലോണിൽ തരാനും പറ്റും. അപ്പോൾ ഇന്നും അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. നമ്മുടെ കൂടെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് ബാദുഷയാണ്. ബാദുഷയെ വീഡിയോയിലേക്ക് സ്വാഗതം. ബാദുഷ ആകെപ്പാടെ കഷ്ടപ്പാടിലാട്ടോ, കാരണം പനിച്ച് വിറച്ച് നിൽക്കുകയാണ്. കുറച്ച് ഉറക്കം പറഞ്ഞോ, കേൾക്കൂല അല്ലെങ്കിൽ. പിന്നെ നമുക്ക് ഈ ഒരു ഐറ്റം കാണിച്ചു തുടങ്ങിയാലോ? തുടങ്ങാം അല്ലേ? അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുള്ള എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നല്ല കുറേയധികം വീഡിയോസ് ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോ. ഇവിടെ കാണിക്കാത്ത വണ്ടികളുടെ റീൽസ് ഇൻസ്റ്റഗ്രാമിലുണ്ട്, അതും ഒന്ന് നോക്കി വെച്ചോ കേട്ടോ. അപ്പോൾ എന്തായാലും ഐറ്റൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ബാദുഷ ഐറ്റൻ ഏതാ മോഡല്? ഐറ്റൻ 2019 ലാസ്റ്റ് മോഡൽ. 19 ലാസ്റ്റ് വണ്ടിയാണ് അല്ലേ? ഇവിടെ വണ്ടി ഇട്ടേക്കുന്നത് ലേശം കൺജസ്റ്റഡ് ആയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫുൾ വീഡിയോ അല്ല, ഫുൾ ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നതിലുപരി കാണണമെങ്കിൽ ബാദുഷാനെ കോൺടാക്ട് ചെയ്തത് നമ്പർ മേലെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും വെച്ചിട്ടുണ്ട്. 19 മോഡല് 19 നവംബറാണ്. വണ്ടി സിംഗിൾ ഓണർ വണ്ടി. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. പിന്നെ മാഗ്ന ഓപ്ഷനിലാണ്. 1.2 പെട്രോൾ. അതായത് എയർ ബാഗും ABS-ഉം സ്റ്റിയറിംഗ് കൺട്രോളും ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റിയ സ്റ്റീരിയോ എല്ലാം കമ്പനി വിട്ടേക്കുന്നതാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് നിലവിൽ വേറെ ഒന്നും കയറിയിട്ടില്ല, ഒന്നുമില്ല. എന്താ വില വരുന്നത്? ഇത് 4,05,000 രൂപ കൊടുത്തേക്കും. 4,05,000 എന്നൊക്കെ പറയും. 4 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം, ഫുൾ ലോണും കൊടുക്കാം. എങ്ങനെയുണ്ട് വില? അത് പൊളിക്കും. 19 വണ്ടി 4 ലക്ഷം രൂപ. 4.5 ലക്ഷം രൂപ ഇൻഷുറൻസിന്റെ IDV ഉണ്ട്. ഓക്കെ, അപ്പോൾ 4 ലക്ഷം രൂപയിൽ നിങ്ങൾക്ക് തരുന്ന വിലയേക്കാൾ കൂടുതൽ ലോണും കയറും കേട്ടോ. മിസ് ചെയ്യണ്ട. ആരെങ്കിലും വേണമെന്ന് നോക്കിയോ. 19 വണ്ടി. അതുപോലെ തന്നെ i20 ഡീസലോ പെട്രോളോ? ഡീസലാണ്. ഡീസൽ ഏതാ മോഡല്? ഇത് വരുമ്പോ 2016 മോഡല്. 16 ആണ്. 16 ഡീസൽ എത്ര ഓടിയിട്ടുണ്ട്? 16 ഡീസൽ 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ളതാണ് അല്ലേ? ഷോറൂമിൽ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം കസ്റ്റമറിന് എടുക്കാൻ കുഴപ്പമില്ല. എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. വേരിയന്റ് ഏതാ? മാഗ്ന ഓപ്ഷനിലാകും. സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളെല്ലാം എല്ലാം വരും അല്ലേ? ബട്ടൺ ഷോട്ട് ഒന്നും ഉണ്ടാവില്ല, അലോയിലില്ല. അങ്ങനത്തെ 1-2 കാര്യങ്ങൾ വെച്ചാൽ വണ്ടി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? കസ്റ്റമറിന് വരാം, ചെക്ക് ചെയ്യാം, ഓടിച്ചു നോക്കാം, വർക്ക്ഷോപ്പ് കാര്യങ്ങൾ കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. എന്തിനും സാഹചര്യം ഉണ്ട്. അതെ, അതായത് സംവിധാനം ചെയ്ത് കൊടുക്കാം. 16 i20 ഡീസല് 90,000 കൃത്യമായ ഹിസ്റ്ററി തരും. എന്താ വില? 4,70,000 രൂപ കൊടുത്തേക്കാം. ഡീസലാണ്. 4,70,000 16 ഡീസലാണ്. അത് വിട്ടുപോകരുത്, ഡീസലാണെന്നുള്ളത്. 20 മേലെ മൈലേജ് കിട്ടും. ക്ലീൻ വണ്ടി. ചെക്ക് ചെയ്യുക, നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. പിന്നെ ഫുൾ ലോൺ എൻ്റെ മേലെ കയറുമോ നോക്കാം. കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ചാണ് മാക്സിമം നമ്മൾ കയറ്റി കൊടുക്കുന്നത്. ഒരു 750 സിബിൽ സ്കോറിൻ്റെ ഒക്കെ മേലെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൺഫേം നിങ്ങൾക്ക് ഫുൾ ലോൺ കയറും. ബാക്കി കുറച്ചിടാനായിട്ട് ശ്രമിക്കുക. അതെ, ഇത് തന്നെ നമ്മൾ തന്നെ അടിച്ചു തീർക്കണം. പലിശയും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ അടിച്ചു തീർക്കണം. പിന്നെ പലരും പറയും നിങ്ങൾ എന്തിനാണ് ഈ ലോണിനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്നുള്ളത്. ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. സാധാരണക്കാർക്ക് ഒരു വണ്ടി എടുക്കുമ്പോൾ ഇപ്പോൾ റെഡി ക്യാഷ് ഒന്നും കയ്യിൽ ഉണ്ടാവില്ല, കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്. അതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ഒരു നിർബന്ധമില്ല ലോൺ എടുക്കണമെന്ന്. ലോൺ ഇവർക്കും പാടാണ് അല്ലേ? എല്ലാ വണ്ടിയും ഇവിടെ ഹോൾഡ് ആവുകയാണ്. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ലോൺ എടുക്കേണ്ടെന്നുണ്ടെങ്കിൽ റെഡി ക്യാഷിന് എടുത്തോ, മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരുകയും ചെയ്യും. ലോണ് വേണ്ടവർ മാത്രം എടുത്താൽ മതി. തലവേദന പിടിച്ച സാധനമാണ്. അതുപോലെ തന്നെ ക്രെറ്റ കാണിച്ചാലോ? ക്രെറ്റ ഏതാ മോഡല്? ക്രെറ്റ 2017 മോഡല്. SX 1.6 ആണ്. SX 1.6 ഡീസലോ പെട്രോളോ? പെട്രോൾ ആണ്. ഓക്കെ.
17 പെട്രോൾ എത്ര ഓടിയുണ്ട്? 72,000 കിലോമീറ്റർ. 72,000. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ടയർ ഭാഗം കാര്യങ്ങളെല്ലാം ഉണ്ട്. കാര്യങ്ങളെല്ലാം കമ്പനിയാണ്. SX 1.6 ആണ്. SX 1.6 ഏറ്റവും ഫുള്ളിന്റെ ഒക്കെ താഴെയായിട്ട് വരും. പക്ഷേ എല്ലാവിധ ഫീച്ചേഴ്സും മറ്റേ ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റിയ സ്റ്റീരിയോ എല്ലാ സാധനങ്ങളും ടച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പഴയ ഷേപ്പാണ്. അതായത് ഫസ്റ്റ് മോഡൽ വണ്ടിയാണ് കേട്ടോ. ഇത് ശരിക്കും നമുക്ക് എന്താ റേറ്റ് വരുന്നത്? ഇത് ഫൈനല് 6,90,000 രൂപ കൊടുത്തേക്കാം. 6,90,000 17 വണ്ടി കേട്ടോ. അത് ക്ലീൻ വണ്ടിയാണ്. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ഒരു സാധനം റീപ്ലേസ് ഇല്ല. അതെ അല്ലേ? അതായത് 6,90 എന്നൊക്കെ പറയുന്നത് ബെസ്റ്റ് പ്രൈസ് തന്നെയാണ് കേട്ടോ. കാരണം 17 വണ്ടിയും കൂടിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്. മിസ് ചെയ്യാണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ. നല്ലൊരു ഡസ്റ്ററും കൂടി കാണിച്ചു തരാം കേട്ടോ. ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ഹെഡ്ലൈറ്റ് ഒക്കെ ന്യൂ ടൈപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇത് ഏതാ മോഡലൊക്കെ? ഇത് വരുമ്പോൾ 2016 ലാസ്റ്റ് മോഡലാണ്. 16 ലാസ്റ്റ് അല്ലേ? ഓക്കെ. 110 ആണ്. അത്യാവശ്യം പവർ ഉണ്ടാവും. ലേശം മെയിൻ്റെനൻസ് കൂടും. മൈലേജ് ലേശം കുറയും. പിന്നെ പവർ ആഗ്രഹിക്കുന്നവർ ഒരു കാരണവശാലും മിസ് ചെയ്യണ്ട. ശരിക്കും 16 ലാസ്റ്റ് എത്ര ഓടിയുണ്ട്? 1,02,000 കിലോമീറ്റർ ഓടിക്കുന്നു. 1,02,000 ഹിസ്റ്ററി കിട്ടുമോ? ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും കയറിയിട്ടൊന്നും. RX ആണ് കേട്ടോ. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. നല്ല അടിപൊളി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി വന്ന അതേ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. പിന്നെ വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നും കയറിയിട്ടൊന്നുമില്ല. ഷോറൂമിൽ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ളതാണല്ലേ? ഓക്കെ. 1,00,000 സംതിങ് ഓടിയിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. പിന്നെ എന്താ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 5,60,000 രൂപ കൊടുത്തേക്കാം. 16 വണ്ടി. 16 ലാസ്റ്റ് ആണ്. 5,60,000 രൂപയ്ക്ക് 2016 110 PS വരുന്ന വണ്ടിയാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് നിങ്ങളൊന്ന് വന്ന് നോക്കിക്കോളൂ. ചെക്ക് ചെയ്തോളൂ. മാക്സിമം ഷോറൂമിലെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. ഫുൾ ലോണും തരും. ₹1 കയ്യിൽ നിന്ന് മുടക്കണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി ഈ ഇതാണെങ്കിലോ വെർണ? ഇത് വരുമ്പോൾ 2014 മോഡൽ SX 1.6. SX 1.6 പെട്രോളാ? ഡീസൽ അല്ലേ? ഫ്ലൂയിഡ് ഷേപ്പ്. നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. കാര്യമായ പ്രശ്നം മൈലേജും ഉണ്ട്. എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. അതെ. അലോയ് വീലും കാര്യങ്ങളൊക്കെ കമ്പനി ഫിറ്റഡ് ആയിട്ട് വരും. ഇത് എത്ര ഓട്ടോ എത്രയാ? ഇത് 80,000 കിലോമീറ്റർ. 80,000 അല്ലേ? ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. കാര്യമായ സീറ്റ് കവറാണ്. നല്ല രസമുള്ള നല്ല വൃത്തിയുണ്ട് വണ്ടി. ഫീച്ചേഴ്സ് ആണെങ്കിലും എയർ ബാഗ്, ABS, സ്റ്റിയറിംഗ് കൺട്രോൾ, ക്ലൈമറ്റ് കൂടുതലൊന്നും പറയണ്ടല്ലോ. എല്ലാം ഉണ്ടല്ലോ. അതായത് കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട് ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും ഉണ്ട്. സൺറൂഫും ഉണ്ടാവില്ല കേട്ടോ. ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇതെന്നാ 4,60,000 രൂപ കൊടുത്തേക്കാം. 4,60,000 2014 വണ്ടി. നെഗോഷ്യബിൾ ആവും. അത് മാക്സിമം കുറച്ചിട്ടേക്കുന്ന അല്ലേ? ഓക്കെ. നിങ്ങളൊന്ന് നോക്കിക്കോളൂ. കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ 80 അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. യൂസ്ഡ് വണ്ടികളാണ്. ഷോറൂമിൽ കൊണ്ടുപോവുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ചെക്ക് ചെയ്യാം. 4,60,000 ഫുൾ ലോണിൽ നിങ്ങൾക്ക് ഇതും എടുക്കാം. ഇനി ഇതാണെങ്കിലോ? ഇത് വരുമ്പോൾ 2017 രജിസ്ട്രേഷൻ ഏറ്റവും ടോപ്പിന്റെ വണ്ടി. SX ഓപ്ഷനിലാണ്. 6 എയർ ബാഗും പുഷ് ബട്ടണും വരും. പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഉണ്ട്. നല്ല റെഡ് കളർ വണ്ടി. ഡീസൽ തന്നെയല്ലേ? ഡീസൽ വണ്ടിയാണ്. നല്ല മൈലേജ് കിട്ടും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. നമ്മുടെ ഹ്യുണ്ടായി i20 ഒക്കെ സെയിം ഒരു എൻജിൻ സ്പെക്ക് അല്ല എങ്കിലും ആ ഒരു ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ? ഇത് 1.6 ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സീറ്റ് കവർ കാര്യങ്ങളെല്ലാം എല്ലാ വക ഫീച്ചേഴ്സും വർക്കിംഗ് ആണ് അല്ലേ? മെയിൻ ക്ലാസ് എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? വേറെ ഒന്നും മാറിയിട്ടൊന്നുമില്ല. കസ്റ്റമർ വന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി അല്ലേ? ഇത് കിലോമീറ്റർ എത്ര വരുന്നത്? കിലോമീറ്റർ 1,03,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ടല്ലേ? സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇതിന്റെ റേറ്റ് കൂടി കേൾക്കട്ടെ. ഇത് നമുക്ക് 5,70,000 രൂപ കൊടുക്കും. 5,70,000 വേണ്ട, 5,65,000 രൂപ കൊടുക്കും. 60,000 കൊടുക്കാം. പിന്നെ മോഡൽ ഒരു ഓഫർ ഞാൻ തരാം. വെർണയ്ക്ക് 5.5 ലക്ഷം രൂപയ്ക്ക് പോട്ടെ. ഇത് 5.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. ഫുൾ ലോണും കയറൂലേ? ഫുൾ ലോൺ കയറും. മോഡൽ ഏതായിരുന്നു പറഞ്ഞാൽ? 17 രജിസ്ട്രേഷൻ. 17 രജിസ്ട്രേഷൻ കേട്ടോ. 16 മോഡൽ 17 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി 5.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട് ഉള്ള വണ്ടിയാണ് കേട്ടോ. ഇത് മിസ് ചെയ്യണ്ട കേട്ടോ. ഇത് ആർക്കെങ്കിലും നല്ലൊരു വണ്ടി എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. വണ്ടിയുടെ എന്തെങ്കിലും ഫോട്ടോയോ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി. നമുക്ക് വണ്ടി ആയിട്ടാണ് കിടക്കുന്നത്. ബാക്ക് ഒന്നും നിങ്ങളെ വൃത്തിയായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമരിനോട് ചേർത്തിട്ടേക്കുന്നുണ്ട്. അപ്പം നിർബന്ധമായിട്ടും വീഡിയോ കോൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് വണ്ടി പുറത്തേക്ക് ഇട്ട് കാണിക്കാം. നേരിട്ട് തന്നെ കാണിക്കാം. ഓക്കെ. അത് നിങ്ങൾ നോക്കിക്കോളൂ. നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. നല്ലൊരു ഇയോണും കൂടി കാണിച്ചു തരാം. ഇയോൺ ലേശം ലോ ബഡ്ജറ്റിൽ എടുക്കാൻ വരുന്ന വണ്ടിയാണ്. മോഡൽ ഏതാ? 2012 മാഗ്ന പ്ലസ്. 12 മാഗ്ന പ്ലസ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ അല്ലേ? എത്ര ഓടിയുണ്ട്? 79,000 കിലോമീറ്റർ. 79. ഹിസ്റ്ററി ഉണ്ടോ? കമ്പനി സർവീസ് അല്ലാന്ന് തോന്നുന്നു. കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിൽ പിന്നെ 12 ഉണ്ടായിരുന്ന വണ്ടി. ചാൻസ് കുറവാണ്. അതെ. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ വണ്ടിന്റെ എഞ്ചിനും. പിന്നെ ഈ പഴയ മോഡൽ വണ്ടിയിൽ ഒന്നും ഹിസ്റ്ററി വേണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന വണ്ടികളൊക്കെ എഞ്ചിൻ ആൻഡ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കുക. നല്ല ഇന്റീരിയർ ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ പാർക്ക് ആൻഡ് സെയിൽ ആയതുകൊണ്ട് തന്നെ എന്താ വില വരുന്നത്?
ഇത് നമുക്ക് 1,60,000 കൊടുത്തേക്കാം. 1,60,000 60,000 രൂപ കൊടുത്തേക്കാം. ഫുൾ ഓൺ കയറുമോ? ഫുൾ ഓൺ കയറിക്കോളും. 1,60,000 രൂപയ്ക്ക് 2012 ഇയോൺ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. ഫുൾ ലോണും തരും, ₹1 കയ്യിൽ നിന്ന് മുടക്കണ്ട കേട്ടോ. അതായത് കീലസ് എൻട്രിയും ബട്ടൺ ഷാട്ടൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു ഡീസൽ സ്വിഫ്റ്റ്, ഒട്ടുമിക്ക കംപ്ലീറ്റ് സാധനം അല്ലേ. ശരിക്കും ഈ ZDIയിൽ 16 വന്നിട്ടുണ്ടല്ലേ? ZDI+ ആണ്. അടിപൊളി. 16 മോഡലാണല്ലേ? 16 മോഡൽ. ഓക്കെ, എത്ര ഓട്ടൊക്കെ? ഇത് 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടിയാണ്, സർവീസും ഉണ്ടല്ലേ? സിംഗിൾ ഓണർ വണ്ടി. അതെ അതെ, നല്ല ക്ലീൻ വണ്ടിയാണ്. അതായത് കീലസ് എൻട്രി ബട്ടൺ ഷാട്ടും ഉള്ള ഒരു പഴയ മോഡൽ സ്വിഫ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഇത് പ്രിഫർ ചെയ്തോളൂ. അതുപോലെ തന്നെ എയർ ബാഗ്, ഓട്ടോ AC ക്ലൈമറ്റ്, സ്റ്റിയറിംഗ് കൺട്രോള്, റിവേഴ്സ് ക്യാമറ, എല്ലാ വക ഫീച്ചേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സാധനവും ഉണ്ടല്ലേ? അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വണ്ടി ക്ലീൻ ആണ്. ഹെഡ്ലൈറ്റ് ആണെങ്കിലും എല്ലാം ഒന്നും മങ്ങലോ കാര്യങ്ങളോ ഒന്നുമില്ല. തട്ടുമുട്ട റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സാധനം റീപ്ലേസ് ഇല്ല. കമ്പനിയിൽ ഫുൾ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, എന്തായാലും നല്ലൊരു സ്വിഫ്റ്റ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ പ്രിഫർ ചെയ്തോളൂ. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് ഫൈനല് 5 ലക്ഷം രൂപ കൊടുത്തേ. 5 ലക്ഷം രൂപ ഫൈനൽ. പ്ലസ് ഒന്നും ഒരു സ്ഥലത്തും ആ റേറ്റിന് കിട്ടൂല. 16 വണ്ടി അല്ലേ? ഓക്കെ, അതും ഈ മോഡൽ ഇത്രയും ക്ലീൻ വണ്ടി. അതുപോലെ തന്നെ വില കുറച്ച് കിട്ടുമെന്നും കരുതി വണ്ടി ഇടിച്ചതോ അതൊന്നുമല്ല. വേറെ ഫ്ലഡ് എഫക്റ്റഡ് കാര്യങ്ങളൊന്നുമല്ല. കസ്റ്റമറിന് വരാൻ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കച്ചവടവും കാര്യങ്ങളെല്ലാം കുറവാണ്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, വീഡിയോയും കാര്യങ്ങളൊക്കെ എറിഞ്ഞാലോ. അതുകൊണ്ടാണ് മാക്സിമം റേറ്റ് കുറച്ചത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും ഇതൊക്കെ നോക്കിക്കോളൂ കേട്ടോ. ഇതൊന്നും ഒരു പ്രശ്നങ്ങളില്ലാത്ത, കാരണം ഇവരൊക്കെ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഒരു സംഗതിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫാൻസി നമ്പർ ഉണ്ടല്ലേ? ഓക്കെ, കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അതൊരിക്കലും വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്കിപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും ഇവിടെ വന്നിട്ട് ഷോറൂമിൽ കൊണ്ടുപോകാനും ചെക്ക് ചെയ്യാനൊക്കെയുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നോക്കിക്കോളൂ. 5 ലക്ഷം രൂപയ്ക്ക് 16 വണ്ടി ZDI+ വണ്ടി എടുക്കാം. ഫുൾ ലോണും കിട്ടും, ₹1 കയ്യിൽ നിന്ന് മുടക്കണ്ട. അതുപോലെ തന്നെ ഈ സെലേറിയോ ആണെങ്കിലോ? സെലേറിയോ വരുമ്പോൾ 2017 ലാസ്റ്റ് മോഡലാണ്. 11 മാസം. 17 ലാസ്റ്റ് ആണല്ലേ? ഇത് ഓട്ടോമാറ്റിക് മാനുവലോ? ഓട്ടോമാറ്റിക് AMT ആണ്. ഓട്ടം എത്രയാ? ഓട്ടം 69,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 64 ചില്ലറ ഷോറൂം സർവീസും ഉണ്ടല്ലേ? ഓക്കെ, അപ്പം എന്തായാലും ക്ലീൻ വണ്ടിയാണ്. AMT ആണ്, സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ആണ്. 17 മോഡലും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടി. DXi LXi ആണ്. 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്. ഓക്കെ, പിന്നെ ഒരു ബാക്കിൽ 2 ഡോർ പവർ വിൻഡോ ആണെങ്കിൽ ഒരു 17,000 രൂപ മുടക്കിയാൽ മതി. ഒന്നും വേണ്ട, സംതിങ് രൂപ. അല്ല, ബാക്കിൽ മാത്രം. ഇത് ഫ്രണ്ടിലുണ്ടല്ലോ. ഓക്കെ, ഇത് ശരിക്കും പിന്നെ നമ്മളിപ്പോൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന വില എത്രയാണ്? ഇത് നമുക്ക് ഫൈനൽ 390 കൊടുത്തേക്കാം. 390. 17 ഓട്ടോമാറ്റിക് വണ്ടി, ലോ കിലോമീറ്റർ, 390. ഫുൾ ലോണിൽ ₹1 മുടക്കാണ്ട് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് കേട്ടോ. നല്ലൊരു ഡീസൽ റിറ്റ്സും കൂടി കാണിച്ചു തരാം കേട്ടോ. റിറ്റ്സ് ശരിക്കും ഏതാ മോഡലൊക്കെ? റിറ്റ്സ് 2013 മോഡലാണ്. 13 ആണ്. 2013 മോഡല്. വേരിയന്റ് ഏതാ? LDI ആണ്. ഡീസൽ ആണ്. അപ്പൊ എന്തായാലും അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന നല്ലൊരു വണ്ടി. പിന്നെ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ വിൻഡോ, 2 ഡോർ പവർ വിൻഡോ, പുതിയൊരു സീറ്റ് കവർ അടിച്ചിട്ടുണ്ട്. സെൻട്രൽ ലോക്കും സാധനങ്ങളൊക്കെ വരും. 2 ഡോർ പവർ വിൻഡോ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10,000-6,000 മുടക്കി ചെയ്താൽ വണ്ടി വീഡിയോ ചെയ്യും. പിന്നെ എന്തായാലും ഒരു 20 അടുത്ത് മൈലേജ് കിട്ടും. തീർച്ചയായിട്ടും റിറ്റ്സ് നല്ല മൈലേജ് കിട്ടുന്ന സാധനമല്ലേ? അതെ അതെ. ഇത് എത്ര ഓട്ടോ ഒക്കെ? ഇത് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 80 സംതിങ് ഓടിയിട്ടുണ്ട്. ഓക്കെ, കാര്യമായ വേറെ പ്രശ്നങ്ങളില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല അല്ല. ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതെന്താ സംഭവം? ഈ ഒരു എക്സ്ട്രാ സ്റ്റിക്കറിംഗ് ഒക്കെ വന്നിട്ടുള്ളത് അത് അതിനകത്ത് ഉണ്ടായിരുന്ന അല്ലേ? ചില റിറ്റ്സിൽ കമ്പനി തന്നെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താ കറക്റ്റ് അറിയില്ല. നിങ്ങൾ നോക്കിയാൽ വല്ല സ്പെഷ്യൽ എഡിഷൻ വന്നോന്ന് അറിയില്ല. പിന്നെ മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2013. എന്താ വില വരുന്നത്? ഇത് 2,85,000. 2,85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഡീസൽ റിറ്റ്സ് എടുക്കാം. അതും 13 മോഡൽ, ഫുൾ ലോണിൽ ₹1 കയ്യിൽ കൊണ്ടുവരണ്ട. മാക്സിമം നോക്കിക്കോളൂ. ലോ ബഡ്ജറ്റിൽ നല്ല വണ്ടി എടുക്കാൻ നോക്കുന്നവരുണ്ടെങ്കിൽ. ഇനി ഇതാണെങ്കിലോ? ഇത് വരുമ്പോൾ 2018 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. 18 ഓട്ടോമാറ്റിക് ആണ് അല്ലേ? സിംഗിൾ ഓണർ വണ്ടി, 57,000 കിലോമീറ്റർ കമ്പനി സർവീസ്. 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. സർവീസ് ബുക്ക്, സ്പെയർ കീ, എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. എല്ലാം അവൈലബിൾ ആണ്. എന്തെങ്കിലും വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം സീറ്റ് കവറും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. VXi അല്ലേ പറഞ്ഞേ? VXi. അപ്പൊ എന്തായാലും പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. എയർ ബാഗും ABS-ഉം കാര്യങ്ങളെല്ലാം കയറുന്നുണ്ട്. 2018 വണ്ടി അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോ. എന്താ റേറ്റ് വരുന്നത്? ഇത് വരുമ്പോൾ 6.25 ലക്ഷം രൂപ. 6,20,000 രൂപ. നെഗോഷ്യബിൾ ആവുമോ? നമുക്ക് അജ്ജേട്ടൻ പറഞ്ഞുകൊണ്ട് ഒരു 6,20,000 രൂപ കൊടുത്തേക്കാം. 5,000 രൂപ കുറച്ച് 6,20,000 കൊടുത്തേക്കാം. ഫുൾ ലോൺ കയറും. AMT ആണ്. ഫുൾ ലോൺ ചെയ്യാം അല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. നല്ലൊരു വണ്ടി ഫുൾ ലോണിൽ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബാദ്ഷാനെ കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഇത് നമ്മളൊരു 2-3 വീഡിയോയിൽ കാണിച്ച വണ്ടിയാണ് അല്ലേ? 2-3 വീഡിയോയിൽ കാണിച്ചാണ്. എല്ലാവർക്കും
ഫുൾ ലോൺ ആണ് നമ്മളെ വിളിക്കണ എല്ലാവർക്കും വേണം. നമ്മൾ മാക്സിമം കഴിയുന്നതും ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഈ ഫുൾ ലോൺ ചോദിക്കുമ്പോൾ അതിൻ്റെതായ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഈ ലോൺ ഇടുമ്പോൾ ഒരു വിഷയമാണ് അത്. കാരണം ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ പ്രൊഫൈൽ പക്കെ അല്ലാത്തവർ ലോൺ ഇടുമ്പോൾ. കാരണം ഇതൊന്നും ഇവിടെ കിടക്കേണ്ട വണ്ടി അല്ല ശരിക്കും, അല്ലേ? ഇത് ശരിക്കും ഏതാ മോഡല്? 2016 മോഡൽ. 16 മോഡൽ, അതും ഡീസൽ വണ്ടി, സ്പെഷ്യൽ എഡിഷൻ വന്ന വണ്ടിയാണ് കേട്ടോ. ഇത് ശരിക്കും നിനക്ക് എത്ര പേര് തന്നിട്ടുണ്ടാവും? ഏകദേശം 6-7 പേര് എനിക്ക് ചുരുങ്ങിയത് തന്നിട്ടുണ്ടല്ലേ? എല്ലാവർക്കും ഫുൾ ലോൺ ആണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബിൽ ഇഷ്യൂ ആണ്. സിബിൽ ഇഷ്യൂ ആണ് അല്ലേ? അന്യായ പൊട്ടലാണ്. അതെ അതെ അതെ. അതായത് അതുകൊണ്ടാണ് ഈ വണ്ടികളൊക്കെ ഇങ്ങനെ ഹോൾഡായി പോകുന്നത്. അത് ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഡീസലാണ് 2017 VDI 16 VDI. അതെ അതെ അതെ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല, വണ്ടി ക്ലീൻ. ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർട്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ്. അതെ അതെ അതെ. വേറെ ഒന്നും പാർട്ടി അത് ചെയ്തിട്ടില്ല. ഇത് പാർക്ക് ആൻഡ് സെയിലാ? ഓക്കെ. പിന്നെ നമുക്ക് ഓട്ടോ എത്ര ഇത്? ഓട്ടം 75,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ടല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം 2016 ഇതുപോലത്തെ ഒരു വണ്ടി കമ്പനി സർവീസ് ഉള്ളത് ലോ കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടിയൊന്നും ഒരു കാരണവശാലും ഇവിടെ കിടക്കേണ്ടതല്ല. ഇത് എടുത്താലും ഒരു 10,000 രൂപ പണി കാണാം. കാരണം പാർട്ടി യൂസ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ എല്ലാം പറയണല്ലോ. വേണമെങ്കിൽ ബമ്പർ ഒന്ന് ടച്ച് ചെയ്യാണ്ട്. ബമ്പറിന് ഇപ്പൊ മാറിയാലും 3,500 റേഞ്ചാ വരുള്ളൂ അല്ലേ? അങ്ങനെ ചെറിയ ചെറിയ പണികൾ നിങ്ങൾ എടുക്കണം, ഒന്ന് സർവീസ് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ എന്താ വില വയ്ക്കുന്നത്? ഇത് മാർക്കറ്റ് വന്നത് 490 റേറ്റ് ഉണ്ട്. ഞാൻ ഈ വണ്ടി ഫയലില് 4 ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം. 4 ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം. 16 ലാസ്റ്റ് മോഡൽ വണ്ടി. അത് നിങ്ങൾ നോക്കിക്കോട്ടെ. അതും 4 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടിയെടുത്തോ. പാർട്ടിക്ക് പൈസക്ക് അത്യാവശ്യമായിട്ട് കയറി വന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ മാക്സിമം ലോണ് സിബിലിൽ പ്രശ്നമൊന്നും ഇല്ലാത്തവർ മാത്രം ഇതിന് ലോണിന് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഇനി ഇവിടെ കിടക്കും. അതുകൊണ്ടാണ് പറയുന്നത്. 4 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോകാം. 2016 ഡീസൽ VDI വണ്ടി കേട്ടോ. നല്ലൊരു ന്യൂ ഷേപ്പ് പെട്രോൾ വണ്ടി കൂടി കാണിച്ചു തരാം. അതോ ഒരു ബ്ലൂ കളർ വണ്ടി അല്ലേ? ഏതാ മോഡൽ? 2020 മോഡൽ. 20 അത്യാവശ്യം മോഡൽ കൂടിയ പുതിയ വണ്ടിയാണ് ഇത്. ശരിക്കും VXI സിംഗിൾ ഓണർ അല്ലേ? ഓട്ടം എത്രയാ? ഓട്ടം 29,000 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ. ഓക്കെ. 2020 വണ്ടി, 29,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി കമ്പനി കവറുള്ള സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും കയറിയിട്ടൊന്നുമില്ല. ഓണർ വണ്ടിയാണ്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്, സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പം എന്തായാലും കൊള്ളാം. റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുള്ള സെപ്പറേറ്റ് ചെറിയൊരു സ്ക്രീൻ ആയിട്ടാണ് കേട്ടോ. പിന്നെ വന്ന സാധാരണ പോലെ തന്നെ എയർ ബാഗ്, ABS, സ്റ്റിയറിംഗ് കൺട്രോള്, സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം കയറി തന്നെ വരുന്നുണ്ട് അല്ലേ? ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് ഫൈനലിൽ 5,70,000 രൂപ കൊടുത്തേക്കാം. 5,75,000 20 ഓക്കെ. 5,70,75,000 രൂപയ്ക്ക് 20 മോഡല് പെട്രോൾ VXI വണ്ടി, അതും ലോ കിലോമീറ്റർ. അത്യാവശ്യം നല്ല ക്രോമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. അതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. കർപ്പിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കിട്ടും. കമ്പനി കൊണ്ടുപോവുക, നോക്കുക, കോൺടാക്ട് ചെയ്തോളൂ. ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള ഒരു പെട്രോൾ i20 നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരെണ്ണം ഇവൻ തരും. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2017 മോഡൽ ആസ്ത. ഏറ്റവും ടോപ്പിന്റെ വണ്ടി, പുഷ് ബട്ടൺ ഒക്കെ വരുന്ന വണ്ടിയാണ്. 17 മോഡലാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ എന്ന് പറയാൻ പറ്റില്ല. ആസ്ത ഓപ്ഷനിൽ 6 എയർ ബാഗ് വരുന്ന വണ്ടി വേറെ ഉണ്ട്. പക്ഷേ ഇത് നോർമലി ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ. ആ എയർ ബാഗിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കീലസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട്, എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. നല്ല സീറ്റ് കവർ ഉണ്ട്. എല്ലാം കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വരുന്നതാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ സിംഗിൾ അല്ല, സെക്കൻഡ് ഓണർ ആണല്ലേ? മെയിൻ ക്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടൊന്നുമില്ല. കസ്റ്റമർ വന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അതത്രേ ഉള്ളൂ. ഷോറൂമിൽ കൊണ്ട് ചെക്ക് ചെയ്ത്. അതെ അതെ. ഷോറൂമിൽ കൊണ്ടുപോവുക. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 60% ഉണ്ട്. ഇത് എത്ര ഓട്ടം? ഇത് 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 65,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 60,000 കിലോമീറ്ററിൽ 2024 3-ാം മാസത്തിൽ സർവീസും ഉണ്ട് അല്ലേ? ഓക്കെ. ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ. നല്ല ക്ലീൻ വണ്ടിയാണ്. പ്രൈസ് എത്രയാ? ഇത് ഫൈനൽ റേറ്റ് പറഞ്ഞാൽ മതി 5,15,000 രൂപയ്ക്ക് കൊടുത്തത്. 5,25,000 രൂപയ്ക്ക് നിങ്ങൾ ഈ പ്രൈസ് നോട്ട് ചെയ്ത് വെച്ചോ. 5,25,000 രൂപയ്ക്ക് 2017 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. ഇത് മിസ് ചെയ്യരുത്, ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. നല്ലൊരു വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ ഇത് നോക്കിക്കോളൂ. ഏറ്റവും വലിയ കാര്യം 17 മോഡൽ ഫുൾ ഓപ്ഷൻ ആണെന്നുള്ളതാണ്. വെറും 5,25,000 രൂപ ഫുൾ ലോണിൽ അല്ലേ? 1 രൂപ കൊണ്ടുവരണ്ട കേട്ടോ. അത് നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഫിഗോ ആണെങ്കിലോ? ഫിഗോ വരുമ്പോൾ 2015 15 ZXi ആണ് കേട്ടോ. ഈ ZXi വരുമ്പോൾ ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ ഉണ്ട്. അത് ഈ പെണ്ണാവിലെ കൺട്രോൾ, എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം. 4 ഡോർ വിൻഡോ വരുന്നുണ്ടോ? 4 ഡോർ പവർ വിൻഡോ വരും അല്ലേ? ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടിയ വണ്ടി 2015 മോഡൽ 15 അല്ലേ? ഓക്കെ. ഫിഗോയിൽ ലാസ്റ്റ് വണ്ടി എന്ന് വേണേൽ പറയാം.
നല്ല സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇന്റീരിയറൊക്കെ നല്ല വൃത്തിയാണ്, ഒരു കുറ്റവും പറയാനില്ല. മെയിൻ ക്ലാസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും മാറിയിട്ടില്ല. ഇത് ഡീസൽ അല്ലേ ബ്രോ? ഡീസൽ. പിന്നെ എന്തെങ്കിലും അപാകത പറയാനുണ്ടോ? കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ? അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ്. പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുള്ളൂ. അത്രേ ഉള്ളൂ. നിങ്ങൾ വരിക, വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഓൾറൗണ്ട് വണ്ടിയും നല്ല ക്ലീൻ ആണ്. എന്താ വില വരുന്നത്? ഇത് വരുമ്പോൾ 2.5 ലക്ഷം രൂപ. 2.5. പിന്നെ ഓട്ടം എത്രയായിരുന്നു? ഓട്ടം 49,000 കിലോമീറ്റർ. ഡീസലാണ്. ഡീസൽ 49,000 കിലോമീറ്റർ ഓടിയ വണ്ടിയൊക്കെ ഉണ്ടോ? ഓട്ടോ അല്ലാതെ കിടന്നുണ്ട്. അതെ അല്ലേ? അത്യാവശ്യത്തിന് ഒരു ഓട്ടം മാത്രം. സിംഗിൾ ഓണറാ? അല്ല, സെക്കൻഡ് ഓണർ അല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. ക്ലീൻ വണ്ടി 2.5 ലക്ഷം. കസ്റ്റമറിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഒരു കുഴപ്പമില്ല. അതും 15 മോഡൽ ധൈര്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഫുൾ ഓൺ കൊടുക്കൂലേ? ഫുൾ ഓൺ ധൈര്യമായിട്ട് ഫുൾ ഓൺ എന്തായാലും. അപ്പം എന്തായാലും നിങ്ങൾ ഇതൊന്നും നോക്കിക്കോട്ടോ. അപ്പം എന്തായാലും നമ്മുടെ കാർ സ്പോട്ടിലെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ്. അവസാനത്തെ വണ്ടിയും ഒരു ഡീസൽ സ്വിഫ്റ്റ് ആണ് കേട്ടോ. ഏതാ മോഡല്? 2013 ലാസ്റ്റ് VDI. 13 ലാസ്റ്റ് VDI. ഓക്കെ, അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ്. കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും കയറിയിട്ടില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഞാൻ ഈ ക്ലീൻ എന്ന് പറയുന്നത് പുറമേന്ന് നോക്കുമ്പോൾ കാണുന്ന വണ്ടി ക്ലീൻ ആണ്. ബാക്കിയുള്ളത് ഉള്ളിലത്തേക്ക് അവസ്ഥ നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്യുക. ഷോറൂമിൽ കൊണ്ടുപോകുക, എല്ലാം നോക്കുക അല്ലേ? എല്ലാം നോക്കുക. ഓട്ടം എത്രയാ? ഓട്ടം 89,000 കിലോമീറ്റർ. 89,000 കറക്റ്റ് ഹിസ്റ്ററി ഉണ്ടോ? 82 ചില്ലറ കമ്പനി സർവീസ് ഉണ്ട് അല്ലേ? ഓക്കെ, ബാക്കി നിങ്ങൾ കൊണ്ടുപോയി നോക്കിക്കോളൂ. വേറൊരു കാര്യം കൂടെ, വണ്ടി റോഡ് സൈഡിൽ കിടന്ന് അത്യാവശ്യം പൊടിയും കാര്യങ്ങളെല്ലാം അടിച്ച് കയറുന്നുണ്ട്. അതായത് ഒരു ലോറി പോയാൽ തന്നെ പൊടി അടിച്ച് കയറും. അപ്പൊ നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്ന വണ്ടി സെറാമിക്കിന്റെ പോളിഷും കാര്യങ്ങളെല്ലാം ചെയ്ത് പക്കയായിട്ട് കൊടുക്കും. എല്ലാ സംഗതിയും ക്ലീൻ ആക്കിയിട്ട് നിങ്ങൾക്ക് തരുള്ളൂ. വില 3,70,70,000 രൂപ. 3,70,000 13 വണ്ടി ഫുൾ ലോൺ മിസ് ചെയ്യണ്ട, നോക്കിക്കോളൂ. അപ്പം നേരം നമ്മുടെ കാർ സ്പോട്ടിൽ ഈ ഒരു എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും നേരം കാണിച്ച ഇത്രയും വണ്ടികൾ, ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ബാദുഷാനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പറൊക്കെ വീഡിയോയിൽ തന്നെ വെച്ചിട്ടുണ്ട്, മേൽഭാഗത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ നമ്മുടെ MC റോഡിൽ അല്ലേ? എക്സാക്ട് സ്ഥലം. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ വന്ന് നോക്കിക്കോട്ടെ. ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ ഇവിടെ കുറേ അധികം നല്ല വണ്ടികൾ കിടപ്പുണ്ട്, നല്ല ബെനിഫിറ്റിൽ എടുക്കാൻ പറ്റുന്നത്. കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമ്മൾ പറയുന്നത് നോക്കണ്ട, അതിന് പുറമെ ചെക്ക് ചെയ്യുക അല്ലേ? തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. ചെക്ക് ചെയ്യാനുള്ള സംവിധാനം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തും കൊടുക്കും അല്ലേ? ഒരു 10-30 കിലോമീറ്റർ ഓടിച്ച് നോക്കിയിട്ട് 10-30 കിലോമീറ്റർ കൊണ്ടുപോയിക്കോ ഡീസൽ അടിക്കാം, അത്രേ ഉള്ളൂ. അത് നിങ്ങൾ ഉത്തരവാദിത്തമാണ്. എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും ഒരു എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.